സൽമാൻ ഖാൻ നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് സിക്കന്ദർ. ഈദ് ദിനത്തിലായിരുന്നു സിക്കന്ദർ റിലീസ് ചെയ്തത്. സൽമാൻ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രം എന്നാൽ പ്രതീക്ഷകൾ കാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് സമ്മിശ്ര പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. AR മുരുകദോസ് സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സാജിദ് നദിയാവാലയാണ്. സൽമാൻ ഖാന്റെ നായികയായി രശ്മിക മന്ദാനയും ചിത്രത്തിലെത്തുന്നു. സത്യരാജ്, കാജൽ അഗർവാൾ, ശർമൻ ജോഷി, പ്രതീക് ബബ്ബർ, സഞ്ജയ് കപൂർ എന്നിവരും പ്രധാന വേഷങ്ങളിൽ ചിത്രത്തിലെത്തുന്നുണ്ട്. 200 കോടി രൂപ ബജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം ഇപ്പോൾ നിർമ്മാതാക്കൾ 160 കോടിയോളം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്ന് തന്നെ കഷ്ടിച്ച് 100 കോടി കടക്കാൻ പ്രയാസപ്പെടുകയാണ് ചിത്രം. അതേസമയം നിർമ്മാതാവ് സാജിദ് നദിയാദ്വാലയുടെ ഭാര്യ വർദ്ധ നദിയാദ്വാല സോഷ്യൽ മീഡിയയിൽ ചിത്രത്തിന്റെ പരാജയത്തിന്റെ കാരണം കണ്ടെത്തിയതിൽ ട്രോളുകളും വരികയാണ്. ചിത്രത്തിന് വലിയ പോരായ്മകളുണ്ടെന്ന് സമ്മതിക്കാതെ ചിത്രത്തിന്റെ പരാജയ കാരണം സൽമാൻ ആരാധകരാണെന്നാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതാണ് പ്രതിഷേധത്തിന് കാരണമാകുന്നത്. എന്നാൽ സൽമാൻ ആരാധകരുടെ പ്രതികരണങ്ങളോട് വർദ്ധ അശ്ലീല ഭാഷ ഉപയോഗിച്ചതിന്റെ സ്ക്രീൻഷോട്ടുകൾ വൈറലായതോടെ പ്രശ്നം കത്തുകയായിരുന്നു. ഒരു ആരാധകൻ വർദ്ധയുടെ ട്വീറ്റിന് മറുപടി നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളിൽ നിന്ന് ഇത്തരം ഭാഷ പ്രതീക്ഷിച്ചിരുന്നില്ല. ചിത്രത്തിന്റെ പരാജയം അംഗീകരിക്കണം. പണം കൊടുത്ത് റിവ്യൂവുകൾ കൊണ്ട് കാര്യമില്ല. കരിയറിൽ എല്ലാ താരത്തിനും ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കും. പക്ഷേ പരാജയം അംഗീകരിക്കുവാൻ എന്താണ് പ്രശ്നം? എന്നാൽ ഇതിന് വർദ്ധ നൽകിയ മറുപടി ഗെറ്റ് വെൽ സൂൺ എന്നാണ്. വർദ്ധയോട് സംസാരിക്കാൻ നിന്ന പല ഫാൻസിനോടും വളരെ മോശം ഭാഷയിലായിരുന്നു ഇവരുടെ പ്രതികരണം. പിന്നീട് ഇവർ ഈ ട്വീറ്റുകൾ നീക്കം ചെയ്തുവെങ്കിലും സൽമാൻ ആരാധകരെ ചീത്ത വിളിച്ച നിർമ്മാതാവിന്റെ ഭാര്യയുടെ എക്സ് സ്ക്രീൻഷോട്ടുകൾ വൈറലായിട്ടുണ്ട്. നേരത്തെ സൽമാൻ ആരാധകരാണ് താരത്തിന്റെ കരിയർ നശിപ്പിക്കുന്നത് എന്ന തരത്തിലായിരുന്നു വർദ്ധയുടെ പ്രതികരണം. ഇതാണ് സോഷ്യൽ മീഡിയയിൽ സൽമാൻ ആരാധകരെ ചൊടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.